ഇതാണ് മുരുടേശ്വർ ക്ഷേത്രം. മുരുടേശ്വർ ക്ഷേത്രത്തിൽ ഹൈവേയിൽ നിന്ന് കുറച്ച് ഒരു 2 കിലോമീറ്റർ കൂടെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഹൈവേയിൽ നിന്ന് നമ്മൾ ഓട്ടോ വിളിച്ചാണ് അവിടെ എത്തിയത്. ആദ്യം ഗോപുരം കാണാം. നമ്മൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഗോപുരം കാണാം. 20 നിലയുള്ള ഗോപുരമാണ്. നമ്മൾ ഗോപുരത്തിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല. സമയം കുറവുകൊണ്ട് എല്ലായിടും ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. മുരുടേശ്വരൻ്റെ വലിയ പ്രതിമ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിമയാണ്. ശിവൻ ഭഗവാന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിമയാണ്. പിന്നെ നമുക്ക് മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ 2 സൈഡിലും ബീച്ച് കാണാൻ കഴിയും. ബീച്ച് ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. മുരുടേശ്വർ ഭഗവാന്റെ പ്രതിമയാണ്. അങ്ങോട്ട് പോകുന്ന വഴി നോക്കി കുറച്ച് നടന്നു, വഴി കണ്ടുപിടിച്ചു. കുറച്ച് ദൂരം കുറേ സ്റ്റെപ്പുകളൊക്കെ കയറിയാണ് അവിടെ എത്താൻ കഴിയുന്നത്. ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നോക്കുന്ന ദൃശ്യങ്ങൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. വളരെ നമുക്ക് കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ നൽകുന്ന കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഓരോ സ്റ്റെപ്പും കയറി ഇറങ്ങി ചെല്ലുമ്പോഴും നമുക്ക് ചുറ്റും നല്ല ഭംഗിയാണ് കാണാൻ. ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞ് കടലിലേക്കൊക്കെ നോക്കിയാൽ നല്ല വ്യൂ ആണ്. വരുന്നവരെല്ലാവരും തന്നെ ഫോണുമായിട്ട് ചുറ്റും ഫോണ് താഴെ വയ്ക്കാതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഭംഗിയാണ്. മുരുടേശ്വറിലെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മുഴുവനായിട്ടൊന്നും അറിയില്ല. രാവണനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കഥയാണ് എന്ന് മാത്രം അറിയാം. അതുകൊണ്ട് രാവണൻ്റെ പ്രതിമയുണ്ട് അവിടെ. നന്ദികേശൻ്റെ വലിയ പ്രതിമയുണ്ട്. അങ്ങനെ എങ്ങോട്ട് നോക്കിയാലും കാണാൻ കഴിയുന്ന നല്ല കാഴ്ചകളാണ്. നമുക്ക് ഒരു ദിവസം മുഴുവൻ ചുറ്റി നടന്ന് കാണാൻ പറ്റുന്ന അത്രയും കാഴ്ചകളുണ്ട് അവിടെ. ബീച്ചിലൊക്കെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. അവിടെ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ, അതായത് അർജുനന് ഗീതോപദേശം നൽകുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അർജുനനെ രഥത്തിലുള്ള രഥവും ഒക്കെ അവിടെ കാണാൻ കഴിയും. അമ്പലത്തിനകത്തേക്കൊന്നും കയറാൻ കഴിഞ്ഞില്ല. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗം ഒന്ന് ചുറ്റി നടന്ന് കണ്ടതേ ഉള്ളൂ. എല്ലായിടും ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ഇനി അവസരം കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഫുൾ അവിടെ പോയി നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ ഇനി വീണ്ടും അങ്ങോട്ട് പോകണം എന്നാണ് ആഗ്രഹം. അവിടെ പോയി കാഴ്ചകളൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ സന്ധ്യ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു.